ഞങ്ങളുടെ അനിയത്തിക്ക് ഞങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അച്യുതനും അനന്തനും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരുമ്പോൾ അത്ഭുതത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ബാലനും ഗോമതിയും ഒക്കെ. ഇത്ര കാലം തല്ലുകൂടിയും വഴക്കിട്ടും ശത്രുത കാണിച്ചൊക്കെ കഴിഞ്ഞവരാണ്. പക്ഷെ ഗോമതിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ സഹായിക്കാൻ വന്ന് നിൽക്കുന്നത് ഇവരാണ്. ബാലനും ഗോമതി ഇതൊന്നും സ്വപ്നം പോലും കണ്ടിട്ടില്ല. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ചതിയുണ്ടോ, വേറെ എന്തെങ്കിലും ഗൂഢാലോചനയോ എന്തെങ്കിലും മനമാറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ആദ്യം ദേവമംഗലത്ത് വെച്ച് പോലീസുകാര് ഗോമതിയെയും മിത്രയെയും അനുശ്രീയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അത് നമ്മുടെ ഇന്ദിരാമ കാണുകയാണ്. അങ്ങനെ ഇന്ദിരാമ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയിട്ട് എടാ മോനെ മക്കളെ എല്ലാരും ഓടി വാടാ, എന്റെ മോള് അയ്യോ അനന്ത അച്യുത ധർമ്മ എല്ലാരും വാടാ, എന്റെ മോള് ഗോമതിയെ പോലീസ് കൊണ്ടുപോയടാ എന്നൊക്കെ പറയുമ്പോൾ എന്താമ്മേ കാര്യം, എന്തിനാ കരയുന്നത് എന്നൊക്കെ ചോദിച്ചു എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും ഓടിയെത്താണ്. അപ്പൊ അമ്മ എല്ലാവരോടും കൂടെ പറയാണ് ഗോമതിയെ പോലീസ് വന്ന് പിടിച്ചോണ്ട് പോയി. ഗോമതിയെ മാത്രമല്ല മിത്രമോളെയും അനുശ്രീയെയും 3 പേരെയും കൊണ്ടുപോയി. ഈ ദേവിയുടെ വീട്ടുകാരെന്തോ കംപ്ലൈന്റ് കൊടുത്തു, അങ്ങനെ എന്തോ അവള് പറഞ്ഞു. എടാ മക്കളെ നിങ്ങൾ ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോയി ഒന്ന് അന്വേഷിക്കുക. എന്തൊക്കെ പറഞ്ഞാലും ഗോമതി നിങ്ങളുടെ അനിയത്തിയാണ്, നിങ്ങളുടെ രക്തമാണ്. എടാ മോനെ അനന്ത, നിന്റെ അനിയത്തിയെ മാത്രമല്ല നിന്റെ സ്വന്തം മോളെയും കൂടിയാ ആ പോലീസുകാരെ കൊണ്ടുപോയത്. ഒന്ന് പോയി അന്വേഷിക്കടാ മക്കളെ എന്നൊക്കെ പറയുമ്പോൾ അനന്ത പറയാണ് അമ്മ എന്താ വിചാരിച്ചത്, ഇങ്ങനെയുള്ള സമയത്തും ശത്രുത മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളെന്നോ? ശരിയാ, ഗോമതിയോട് ഞങ്ങൾക്ക് ദേഷ്യമുണ്ട് എന്ന് വെച്ചിട്ട് അവൾക്കൊരു പ്രശ്നം വരുമ്പോ നോക്കി നിൽക്കാൻ മാത്രം ദുഷ്ടന്മാരാണ് ഞങ്ങളെന്നാണോ വിചാരിച്ചത്? ഒരിക്കലും ഇല്ലമ്മേ, വാ അച്യുത നമുക്ക് പെട്ടെന്ന് പോയി അന്വേഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ അച്യുതൻ പറയാണ് കേട്ടോ, അത് കാര്യം ശരിയാ, നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണ് ആ ബാലൻ. എങ്കിലും ഗോമതി നമ്മുടെ അനിയത്തി അല്ലാതെ ആവുന്നില്ലല്ലോ, അവൾക്കൊരു പ്രശ്നം വരുമ്പോ നോക്കി നിൽക്കാൻ പറ്റൂല, വാ ഏട്ടാ നമുക്ക് പോയി അന്വേഷിക്കാം എന്ന് പറയുമ്പോൾ ധർമ്മൻ പറയാണ് കേട്ടോ, ദേവിയുടെ വീട്ടുകാര് പരാതി കൊടുത്തുന്നോ, തെറ്റ് മുഴുവൻ അവര് തന്നെ ചെയ്തിട്ട് അവര് തന്നെ പോയി പരാതി കൊടുത്തുന്നോ, അതിലെന്തോ ചതിയുണ്ടല്ലോ ഏട്ടാ, നിങ്ങളുടെ കൂടെ ഞാനും വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അലോക് പറയാണ് കേട്ടോ, അച്ഛമ്മേ അത് അനുശ്രീയെയും കൊണ്ടുപോയി എന്നാണോ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അതേടാ, ആ കുഞ്ഞിനെ പോലും ആ പോലീസുകാർ വെറുതെ വിട്ടില്ല, അവളെയും കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അയ്യോ അപ്പോ വല്യച്ഛ അച്ഛ ഞാനും വരുന്നുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറയുമ്പോൾ ഈ നേരത്തെ ഇവന്റെ ഒരു ശരി വാ എന്നൊക്കെ പറയുന്നുണ്ട് അച്യുതൻ. അങ്ങനെ എല്ലാവരും കൂടെ പോവുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക്. ഇതേ സമയം അവിടെ പോലീസ് സ്റ്റേഷനിൽ ബാലനും ഗോമതിയും ഒക്കെ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങളെ ഒന്ന് വിശ്വസിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്രയും അനുശ്രീയും ഞങ്ങൾക്ക് പേടിയാവുന്ന ഏട്ടാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആര്യൻ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അനന്തനും അച്യുതനും ധർമ്മനും അലോകും എല്ലാവരും പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരുന്നത്. അങ്ങനെ ഇവരെ കണ്ട ഉടനെ മിത്ര ഒരു സ്നേഹത്തിലൊക്കെ അച്ഛാ കൊച്ചച്ച എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആര്യൻ ആ സമയത്ത് പറയാണ് വന്നല്ലോ, ഇനിയിപ്പോ നമ്മുടെ ഈ അവസ്ഥ കണ്ട് ചിരിക്കാനായിരിക്കും വന്നത്, ഇനിയിപ്പോ നോക്കിക്കോ നേരെ ആ ഇൻസ്പെക്ടറോട് പോയിട്ട് ഇവരൊക്കെ ദുഷ്ടന്മാരാണ്, ഇവരെ ഒന്നും വെറുതെ വിടരുത്, മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മൂപ്പിച്ചിട്ട് പോവാനായിരിക്കും ഈ വരവ് എന്നൊക്കെ പറയുമ്പോൾ ആകാശ് പറയണം അതേടാ, അല്ലാതെ പിന്നെ നമ്മളെ ആശ്വസിപ്പിക്കാനോ രക്ഷിക്കാനോ ഒന്നും ഇവര് വരില്ലല്ലോ, പക്ഷെ മാമനും ഇപ്പൊ അവരുടെ കൂടെ കൂടിയിട്ടുണ്ട്, നീ കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോ കണ്ടു ഏട്ടാ എന്ന് പറയണം. അങ്ങനെ ബാലൻ ഇനി ഇവരുടെ വായിലിരിക്കുന്നതും കേൾക്കണല്ലോ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ഇവരെ കാണുമ്പോൾ ചെറിയൊരു ആശ്വാസം ഗോമതിക്ക് തോന്നുകയാണ് കേട്ടോ, ഏട്ടാ എന്നൊക്കെ വിളിക്കാനൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ അനന്തനും അച്യുതനും ധർമ്മനും ഒക്കെ ഇവരെ ഇങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ട് നേരെ ഇൻസ്പെക്ടറുടെ റൂമിലേക്ക് പോവാണ് കേട്ടോ. എന്നിട്ട് അവിടെ പോയിട്ട് ഇൻസ്പെക്ടറോട് ചോദിക്കുകയാണ് എന്താ മാഡം കാര്യം, കുടുംബത്തോടെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് നിർത്താൻ മാത്രം അവരൊക്കെ എന്ത് തെറ്റാ ചെയ്തത്, ആരാ കംപ്ലൈന്റ് തന്നത്, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാ എന്ന് ചോദിക്കുകയാണ് ഇൻസ്പെക്ടർ. അപ്പൊ അച്യുതൻ പറയാണ് കേട്ടോ, ആ നിൽക്കുന്ന ഗോമതി എന്റെയും ഏട്ടന്റെയും ഒക്കെ അനിയത്തിയാണ്, ഈ നിൽക്കുന്ന ധർമ്മന്റെ ചേച്ചിയാണ്, ഞങ്ങളെല്ലാവരും സഹോദരങ്ങളാണ്, ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അവരും താമസിക്കുന്നത്, ഞങ്ങളൊക്കെ ബിസിനസ്സുകാരാ, കൃഷ്ണമംഗലം ഫാമിലി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും, മാഡം ഒന്ന് അന്വേഷിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ഗോമതി ഇങ്ങനെ അത്ഭുതത്തിൽ നോക്കുകയാണ് കേട്ടോ. ചേച്ചിയാണ് അനിയത്തിയാണ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഗോമതിക്ക് വലിയ സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള വിചാരങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടോ എന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ബാക്കിയുള്ളവർക്കൊക്കെ എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാതെ ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആനന്ദും ആകാശും ആര്യനും ഒക്കെ. അപ്പോൾ ആ സമയത്ത് ഇൻസ്പെക്ടർ ഇതൊക്കെ കേട്ട ശേഷം അച്യുതനോട് പറയാണ്, സാർ ഈ കേസ് വളരെ വലുതാണ്, സ്ത്രീധനം ചോദിച്ച് പീഡിപ്പിച്ചു എന്നൊക്കെയാണ് കംപ്ലൈന്റിലുള്ളത്, ഇവരുടെ മരുമോള് ശ്രീദേവിയുടെ വീട്ടുകാരാണ് കംപ്ലൈന്റ് തന്നത്, ഇതാ കംപ്ലൈന്റ് എന്ന് പറഞ്ഞ് കംപ്ലൈന്റിന്റെ ഒരു കോപ്പി അച്യുതന് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അച്യുതൻ അത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അനന്തൻ ഇൻസ്പെക്ടറോട് പറയാണ്, ഈ കംപ്ലൈന്റ് തന്ന ഉദയഭാനും കുടുംബവും വെറും ഫ്രോഡുകളാണ്, മറ്റുള്ളവരെ പറ്റിച്ചും തട്ടിച്ചും ചെറിയ കള്ളത്തരങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്, അങ്ങനെയുള്ളവർ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് തന്നു എന്ന് വെച്ച് മാന്യമായിട്ട് ജീവിക്കുന്നവരെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന് നിർത്തുന്നതൊക്കെ എന്തായാലും ശരിയായില്ല മാഡം എന്നൊക്കെ അനന്തം പറയുമ്പോൾ ബാലനും ഗോമതിയൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെടുകയാണ് കേട്ടോ. ഇതിപ്പോ ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ നമ്മൾ പ്രതീക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, അത്ഭുതത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ആ സമയത്ത് അച്യുതൻ പറയാണ് ഇൻസ്പെക്ടറോട്, അതെ മാഡം മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ
ഞങ്ങൾക്കുള്ള ഒരേ ഒരു ശത്രു ആ നിൽക്കുന്ന ബാലനാണ്. അനിയത്തിയുടെ കുടുംബമാണെങ്കിലും വർഷങ്ങളായിട്ട് ഞങ്ങൾ രണ്ട് കുടുംബങ്ങളും തമ്മിൽ വലിയ ശത്രുതയില. ആ കഥകളൊക്കെ നാട്ടുകാർക്കൊക്കെ അറിയാവുന്നതാണ്. പക്ഷേ ഞങ്ങളുടെ ശത്രുവിന്റെ കുടുംബമാണെങ്കിലും ആ കുടുംബത്തെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ അതൊന്നും നോക്കി നിൽക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല മാഡം. ഈ കംപ്ലൈന്റിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ശുദ്ധ നുണയാണ് എന്ന് പറയുമ്പോൾ വീണ്ടും ഗോമതിക്ക് ഇങ്ങനെ അത്ഭുതം വരികയാണ്. അപ്പൊ അനന്തൻ വീണ്ടും പറയാണ്, അതെ മാഡം, തൊട്ടടുത്ത് താമസിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാവുന്നതാണ്, അവരെക്കുറിച്ചും നന്നായിട്ട് അറിയാവുന്നതാണ്. ഒരു ഒച്ചപ്പാടോ ബഹളോ പോലും ആ വീട്ടിൽ നിന്ന് ഇന്ന് വരെ ഞങ്ങൾ കേട്ടിട്ടില്ല. മാത്രമല്ല എന്റെ മോള് മിത്ര ആ വീട്ടിലേക്ക് തന്നെയാണ് കല്യാണം കഴിഞ്ഞ് പോയിരിക്കുന്നത്. അവൾ ഇന്ന് വരെ ഇങ്ങനെയുള്ള കംപ്ലൈന്റ് ഒന്നും ആ കുടുംബത്തെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. പിന്നെ ഈ ശ്രീദേവിക്ക് മാത്രം എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാനാണ് മാഡം? ഇതൊക്കെ അന്വേഷിച്ചിട്ട് വേണ്ടേ ആക്ഷൻ എടുക്കാൻ എന്നൊക്കെ പറയുമ്പോൾ ഗോമതിക്ക് ഇങ്ങനെ ആനന്ദ കണ്ണീരൊക്കെ വരികയാണ് അപ്പുറത്ത് നിന്നിട്ട്. അങ്ങനെ മിത്രയ്ക്കും ആനന്ദ കണ്ണീരൊക്കെ വരുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ളവരെല്ലാവർക്കും അത്ഭുതമാണ്. ബാലന് ചെറുതായിട്ട് സങ്കടവും വരുന്നുണ്ട്, അത്ഭുതവും തോന്നുന്നുണ്ട്. ബാലൻ ഒരുമാതിരി തോറ്റതുപോലെയൊക്കെ ഒരു ഫീലിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അവരുടെ സ്നേഹമൊക്കെ കണ്ടിട്ട് അങ്ങനെ വീണ്ടും വീണ്ടും ദേവമംഗലത്തുകാർക്ക് വേണ്ടി അച്യുതനും അനന്തനും ധർമ്മനും എല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ പോലീസ് ഇൻസ്പെക്ടർ ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ ഗോമതിയുടെ അനിയനാണെന്നല്ലേ പറഞ്ഞത് എന്നിങ്ങനെ ധർമ്മനോട് ചോദിക്കുകയാണ്. നിങ്ങളെയല്ലേ വർഷങ്ങളായിട്ട് ആ ഗോമതി സ്റ്റോഴ്സിൽ ശമ്പളമില്ലാതെ ജോലിക്ക് നിർത്തിയത്, എന്നിട്ട് ഇപ്പൊ നിങ്ങൾ മറ്റൊരു കട ഇട്ടൂലേ? ഈ കാര്യങ്ങളൊക്കെ ആ ഉദയഭാനുവിന്റെ ഫാമിലിയാ ഞങ്ങളോട് പറഞ്ഞത്, ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ധർമ്മൻ പറയാണ് കേട്ടോ, വർഷങ്ങളായിട്ട് ഞാൻ ഗോമതി സ്റ്റോറിലാണ് ജോലി ചെയ്തത്, അത് സത്യമാണ്. ഞാൻ ആ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാ കഴിഞ്ഞിരുന്നത്, അതുകൊണ്ടാ ശമ്പളം ഒന്നും തരാത്തത്. ഇപ്പൊ ഞാൻ മറ്റൊരു കടയിട്ടു എന്നുള്ളത് സത്യമാണ് എന്ന് വെച്ചിട്ട് എനിക്കും ആ കുടുംബത്തിനും യാതൊരു പ്രശ്നവുമില്ല എന്നൊക്കെ ധർമ്മൻ ഇങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ വീണ്ടും ഇവരെല്ലാരും ഞെട്ടുകയാണ് ദേവമംഗലത്തുള്ളവർ ഈ ധർമ്മനെ ആലോചിച്ചുകൊണ്ട്. അങ്ങനെ എല്ലാവരും അലോകും പറയുന്നുണ്ട് ചിലതൊക്കെ. അങ്ങനെ എല്ലാവരും മാറി മാറി പറയാണ്, ബാക്കിയൊക്കെ ഞങ്ങളുടെ വക്കീല് പറയും എന്നൊക്കെ പറഞ്ഞ് വക്കീലിനെ വിളിക്കുന്നു. അങ്ങനെ വക്കീല് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ബാക്കിയെല്ലാം കോടതിയിൽ പറഞ്ഞാൽ മതി എന്നൊക്കെ പോലീസുകാർ പറയാട്ടോ. അങ്ങനെ ശരി മാഡം, അങ്ങനെയെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞ് ഈ അനന്തനും അച്യുതനും ഒക്കെ പുറത്ത് വരികയാണ് കേട്ടോ. പുറത്ത് വന്ന ഉടനെ ഗോമതി ഇങ്ങനെ അവരെ നോക്കി കരയാണ് ഏട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അച്യുതനും ഗോമതി കരയുന്നത് കാണുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ നേരെ പോയി ഗോമതിയെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. ബാലൻ ഇങ്ങനെ അത്ഭുതപ്പെട്ട് ഒരു സന്തോഷത്തിലേക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. കൂടെ തന്നെ നമ്മുടെ അനന്തൻ മോളെ എന്ന് പറഞ്ഞ് മിത്രയെ വിളിക്കുമ്പോൾ അച്ഛാ എന്ന് പറഞ്ഞ് ഓടിപ്പോയി മിത്രയും കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അങ്ങനെ അനന്തൻ മിത്രയും ആര്യനെയും ഒക്കെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ അവരോട് സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് വക്കീലിനോട് സംസാരിക്കാനായിട്ട് അനന്തനും അച്യുതനും പുറത്തേക്ക് വരുന്നു. അങ്ങനെ വക്കീലിനോട് സംസാരിച്ച് കഴിഞ്ഞ ശേഷം അച്യുതൻ പതുക്കെ ഇങ്ങനെ അനന്തനോട് പറയാണ് കേട്ടോ, ഏട്ടാ ഇതിലെന്തോ ഒരു ചെറിയ കുഴപ്പമുള്ളത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നമ്മളിപ്പോ ദേവമംഗലത്തുകാരെ സഹായിക്കാൻ എടുത്ത് ഈ ഒരു തീരുമാനം അത് ശരിയായിരുന്നോ എന്നിങ്ങനെ അച്യുതൻ ചോദിക്കുമ്പോൾ, നിനക്കെന്താ അച്യുത ഇപ്പൊ ഇങ്ങനെ ഒരു സംശയം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അച്യുതൻ പറയാണ്, അവര് കൊടുത്തിരിക്കുന്ന കംപ്ലൈന്റ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചു നോക്കിയേട്ടാ. അതിൽ ചില കാര്യങ്ങൾ നമുക്ക് പ്രശ്നം വരുമോ എന്നൊരു ഡൗട്ട്. അവൾക്ക് അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെടാൻ കാരണം ഇവര് ചെയ്ത പീഡനമാണ് എന്നതിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഈ ഒരു പോയിന്റ് ആണ് ആ കംപ്ലൈന്റിൽ തന്നെ ഉയർത്തി കാണിക്കുന്നത്. അത് നമുക്ക് പ്രശ്നം വരില്ലേ ഏട്ടാ എന്ന് ചോദിക്കുമ്പോൾ, അത് നമുക്ക് എങ്ങനെ പ്രശ്നം വരാനാ എന്ന് ആലോചിക്കാതെ അനന്തൻ ചോദിക്കാൻ കേട്ടോ. അപ്പൊ അച്യുതൻ പറയാ, ഏട്ടൻ എന്താ ഒന്നും അറിയാത്തതുപോലെ, ശ്രീദേവിക്ക് എങ്ങനെയാ അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്? എന്റെ മോൻ അലോക് കാരണമല്ലേ? ഇപ്പൊ നമ്മൾ ഈ കംപ്ലൈന്റ് ഒക്കെ നുണയാണെന്ന് വാദിച്ചു കഴിഞ്ഞാൽ അവസാനം അത് തെളിയിക്കുകയും ചെയ്താ പിന്നെ അവൾക്ക് അബോർഷൻ ആയത് എങ്ങനെയാണ് എന്നൊരു ചോദ്യം വരില്ലേ? ആ സമയത്ത് ആ ശ്രീദേവിയോ അവളുടെ വീട്ടുകാരോ അലോകിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മോൻ കൊടുക്കില്ലേ എന്നൊക്കെ പറയുമ്പോൾ അനന്തൻ ഇപ്പൊ അതൊന്നും ആലോചിക്കാൻ തോന്നുന്നില്ല. സ്വന്തം മോളും കൂടെ അകത്ത് കിടക്കുകയാണല്ലോ. അങ്ങനെ അനന്തൻ അച്യുതനോട് പറയാണ്, അതൊന്നും യാതൊരു പ്രശ്നവും വരില്ല അച്യുത, അത്രയ്ക്കൊന്നും നമ്മൾ ആലോചിക്കേണ്ട. ഈ അബോർഷന്റെ കാര്യവും പിന്നെ അലോകിന്റെ കാര്യമൊക്കെ പുറത്ത് വന്നാലല്ലേ ഇതൊക്കെ തെളിയുള്ളൂ, അത്രയ്ക്കൊന്നും പോവില്ല. കംപ്ലൈന്റിൽ ഇവർ പറഞ്ഞിരിക്കുന്ന ബാക്കി കാര്യങ്ങളൊക്കെ ശുദ്ധ നുണയല്ലേ, അതുപോലെ ഇതും ഒരു നുണയാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞോളും. അതൊന്നും നമ്മൾ ഇപ്പൊ ആലോചിക്കേണ്ട ആവശ്യമില്ല. ദേവമംഗലത്തുകാർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തേ പറ്റൂ. ഇതിനിടയ്ക്ക് നിനക്ക് മറ്റൊരു മനമാറ്റവും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അനന്തൻ ഇങ്ങനെ പോവാണ് കേട്ടോ. പക്ഷെ അച്യുതൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഏട്ടൻ അങ്ങനെ പലതും പറയാം, ഏട്ടന്റെ മോനല്ലല്ലോ. ദേവമംഗലത്തുകാരെ സപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും ചെയ്താൽ നാളെ ആ ശ്രീദേവി അതിന്റെ ദേഷ്യം എന്നോട് കാണിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇനി അങ്ങോട്ട് ദേവമംഗലത്തുകാരെ സഹായിക്കാൻ അനന്തനെ കൊണ്ടാവുന്നതെല്ലാം ചെയ്യും. വലിയ വക്കീലിനെയൊക്കെ വെക്കും, കേസ് വാദിക്കും, എല്ലാം ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷെ അച്യുതൻ അലോകിനെ കുറിച്ചൊന്നും ആലോചിക്കാതെ അനന്തന്റെ കൂടെ നിൽക്കാൻ സാധ്യതയുണ്ടോ, അതോ അലോകിനെ കുറിച്ച് ആലോചിച്ച് അനന്തനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പോകുന്നുണ്ടോ? നൈസായിട്ട് അനന്തനും ആരും അറിയാതെ സൈഡിലൂടെ ഉദയഭാനുവിനെയും ശ്രീദേവിയും ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നുണ്ടോ? അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാൻ പോകുന്നുണ്ടോ? സ്വന്തമായിട്ട് ചിന്തിച്ച് സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവ് ശ്രീദേവിക്ക് ഉണ്ടാവണം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറയൂട്ടോ. താങ്ക് യു, ബൈ.